ആണെങ്കിൽ പെട്ടെന്ന് റെഡിയായി എല്ലാം പോവും. ഉമ്മാനൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് കൊണ്ടുപോകുന്ന മിനി ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോകുന്നല്ലേ, അങ്ങനത്തെ ഒരു ലുക്കാണ് ഉമ്മ വാങ്ങിയ ബാഗ്. എൻ്റെ കുട്ടികൾ കൂടെ കളിച്ചു കൊണ്ടുണ്ടാവും. മൈജ 7 to 9 days എനിക്ക് ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ഞാൻ ഫുഡ് കഴിക്കും പറഞ്ഞു. ഫുഡ് കഴിക്കും, അതാണ് എൻ്റെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയും. ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ഒരു 8 to 9 days ആയി വീഡിയോസ് ഒന്നും ഇടാതെ. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പ്ലാൻ ചെയ്തു. അതായത് 2026 ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളെ ഡേയ്സ് എങ്ങനെ ക്യാലണ്ടറിൽ ഡേയ്സ് ഇങ്ങനെ മുന്നോട്ട് പോകാണ്ട്, പക്ഷെ നമ്മൾ ലൈഫിൽ നമ്മളൊന്നും ചേഞ്ചസ് കൊണ്ടുവരുന്നില്ല. സോ ഈ പ്രാവശ്യം ഞാനൊരു ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. അതായത് ഈ ഒരു വർഷത്തിൽ 365 ഡേയ്സ് ഉണ്ട്. സോ 365 ഡേയ്സ് 2026 എൻ്റെ ഒരു ഡേ 1, ഡേ 2, ഡേ 3 യാതൊരു കള്ളത്തരം ഇല്ലാതെ ഏതും ചതിയും ഇല്ലാതെ സോ ഫുൾ നാച്ചുറലിറ്റി ആയിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ 365 ഡേയ്സിൽ ഷെയർ ചെയ്യാൻ 365 ഡേയ്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നും രാത്രി 9 o'clock ആയിരിക്കും എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. സേമിയാണ്. കുറച്ചിങ്ങനെ കൊക്കനട്ട് സ്ട്രാപ്പ് ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോൾക്ക്. അല്ല മൈജ്, അപ്പം ഇങ്ങനെ കുറച്ച് മിക്സ് ആക്കണം. ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കും. കറി കൂട്ടാത്ത കുട്ടികളാണെങ്കിൽ നല്ല ഫുഡൊന്ന് പരീക്ഷിപ്പിക്കാം. ഇതാ എടുത്തോ മൈജ്, എന്നാ എടുത്തോ. എങ്ങനെയുണ്ട്? ടേസ്റ്റിയാ? ഹാപ്പി ന്യൂ ഇയർ ആണ് എനിക്ക് ഇഷ്യൂ. ഏത് ഇന്ന് ഉമ്മച്ചിന് എന്താണെന്നറിയോ? ഇഷ്യൂ നീ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞത്. വേഗം ഇട്ടപ്പോ വേഗം ഇട്ടു. എല്ലാം റെഡിയാക്കി വെക്കട്ടെ ഞാൻ. കാരണം യൂണിഫോം ഭയങ്കര പാടാണ്. ഇങ്ങനെ റെഡിയാക്കി ഞാൻ ഇഷ്യൂ കൊച്ചൊക്കെ സപ്പോർട്ട് ഉമ്മച്ചിന് ചെയ്യാം. രണ്ടാലും ഒപ്പായാലും എന്താ ചെയ്യാ? ഒരാളല്ലോ പറഞ്ഞു. എനിക്കിപ്പോ 8-9 വയസ്സായവനായില്ലേ ഇഷ്യൂ. ഇന്ന് ഇപ്പൊ ഞാൻ റെഡിയാക്കി തരണമെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കുറെ കണ്ണ് ലിക്വിഡ് മാക്കുന്നില്ലേ? എനിവേ നിന്റെ കണ്ണെല്ലാം പിന്നെ ഇതാ അപ്പൊ ഇവർക്കുള്ള പാൻറ്റുള്ളിൽ ഷെഡൊക്കെ ഇട്ടയക്കുന്നത് എന്താന്ന് വെച്ചാല് എന്തിനാ ഇഷ്യൂ? സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവർ ഒരു അരമണിക്കൂർ നല്ലോണം കഴിക്കാറുണ്ട്. അപ്പോഴേക്ക് ഇവർക്ക് സബറില്ലല്ലേ മോയിച്ചു ഇഷ്യൂ. ഡ്രസ്സ് അയച്ചിട്ട് യൂണിഫോം അയച്ചിട്ട് വേറെ ഡ്രസ്സ് ഇടുന്ന സബറുണ്ടാവില്ല. അപ്പൊ യൂണിഫോം തന്നെ പോകും. അതിനെന്താക്കും, വന്ന ഉടനെ യൂണിഫോം അയച്ചിട്ട് അവിടെ കഴിക്കാൻ വരും. പിന്നെ വേണമെങ്കിൽ അങ്ങനെയാണ്. അരെ കഴിച്ച ഇഷ്യൂ. പിന്നെ അപ്പോൾ നമുക്ക് പോകണം. ബെൽറ്റൊക്കെ ഇട്ട ബാഗ് എടുത്തോ. ബാഗ് ഉമ്മച്ചിൻ്റെ മാസ്ക് നോക്കിക്കണ പോണെങ്കിൽ കുട്ടികളെ ഞാൻ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവർ റെഡിയായി. 9:05 ബസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലത്തെ പരിപാടി ഇതാണ് കേട്ടോ.
മുതൽ പറഞ്ഞു ഇന്ന് ലാസ്റ്റ് അവൻ നമ്മൾ പോവാണ്. എല്ലാവരുടെ ബായ് പറയുമോ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എന്ന്. ഹാപ്പി ന്യൂ ഇയർ അല്ല, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ പറഞ്ഞ ടീച്ചർ കുർത്തക്കെടെന്ന് പറയാം ആൾക്കാർ. ഇത് കുർത്തക്കെടാണെന്ന്. അപ്പം ഞാൻ പോവാണ്. നോക്കാം ഹോസ്പിറ്റൽ കാണാട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് പരിപാടി. സിമ്പിളാണ്. മുമ്പ് ബൈക്കിലൊക്കെ പോവാൻ വിടൂല കേട്ടോ. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് ഫോഴ്സാണ് നമ്മൾ പോയി എന്ന് പറഞ്ഞിട്ട്. കാരണം ഇപ്പം ഞാൻ ഉമ്മനെ കൂട്ടി പോകാറുണ്ടല്ലോ. ആദ്യം കീ ഒക്കെ എടുത്ത് വെക്കാണ്, എവിടേക്ക് പോവണ്ടെന്ന്, വണ്ടിയെല്ലാം കൊണ്ടുപോകണ്ട അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. എന്ന് വിചാരിച്ചാൽ കീ വെച്ചിരുന്നു. കീ എവിടെ വെച്ചു എന്നറിയില്ല. ഓക്കെ, ನಾನೋ ಸ್ಪೀಡ್ ಎಡ್ಕಲ್ಲ. ನಾವು 40 ಯಾರು ಓಟ್ರೂ ಇಲ್ಲ. ಅದು ಗಾಡಿಲೇ ಮಾತ್ರ ಸ್ಪೀಡ್ പോണ്ടല്ല ಅಂತ. അപ്പം ഞമ്മക്കിന്ന് ഇൻഷാല്ലാ ഉമ്മാനെ മറന്നു കൂട്ടി പോകണം. പിന്നെ നേരെ ഗവൺമെൻറ് ഹൗസിൽ വന്ന് പോവാണ്. അപ്പം നമുക്ക് ഒന്ന് റെഡിയായി. ഉമ്മ എനിക്കെന്നെ വെയിറ്റ് ചെയ്ത് വയ്യ. ഓ മൈ ഗോഡ്. സോ ഉമ്മാനെ വെയിറ്റ് ചെയ്യാൻ. നമ്മളാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി എല്ലാം പോവും. ഉമ്മാനൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ കീ ഒന്ന് വാതിൽ വയ്ക്കട്ടെ. ഉമ്മ ഗ്യാസ് ബന്ധാക്കേ. ഉമ്മ പുതിയ ബാഗ് വാങ്ങിട്ടോ, കാണിക്കട്ടെ ബാഗ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ലാപ്ടോപ്പ് കൊണ്ടുപോകുന്ന മിനി ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോകുന്നല്ലേ, അങ്ങനത്തെ ഒരു ലുക്കാണ് ഉമ്മ വാങ്ങിയ ബാഗ്. അപ്പോൾ ഇത് ഉമ്മ കുറച്ച് വലുപ്പ ബാഗ് വേണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. സോ അങ്ങനെ പോയിട്ട് വാങ്ങിയ ബാഗ് സൂപ്പറില്ലേ. ാണ് ഈ ഹെൽമെറ്റ് ഇടുന്നത്, കണ്ടില്ലേ? ഹെൽമെറ്റ് ഈസ് മസ്റ്റ്. ബാഗ് എടുക്കില്ലേ? അപ്പോൾ ഉമ്മ എന്തായാലും സ്പോർട്സിലേക്ക് വന്നു. പക്ഷേ ഇന്ന് ഉമ്മ വല്യമ്മൻ്റെ വീട്ടിലേക്ക് പോകണമെന്നു. ഞാൻ ആദ്യമായിട്ടോ ഇത്ര ഇവിടുന്ന് ഒരു 20-25 കിലോമീറ്റർ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. കുട്ടികളൊന്നും കൊണ്ടുപോകാറില്ല, ബൈക്കിലൊന്നും സ്കൂട്ടിലൊന്നും. ഉമ്മയുടെ ആഗ്രഹമല്ലേ, അപ്പോൾ സ്ലോലി പോകാമെന്ന് വിചാരിച്ചു. ഞാനിവിടെയാണ് സ്കൂട്ടി 2 വീലർ വാങ്ങിയിട്ടില്ല. അത് ഇവിടെ തന്നെ ചെറുത് ഷോപ്പിങ്ങൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട്. ലോങ് പോകണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചില്ല. തവക്കലത്തല്ല, കുറച്ച് സ്കെയർ ഉണ്ട്. എനിക്ക് റോട്ടിൽ മുമ്പേ 2 വീലറിൽ ഓടിക്കുമ്പോൾ പേടിയാണ് കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ കുട്ടിയല്ലേ. അതോടെ ബായില്ല, നമുക്ക് ദുആ ചെയ്തിട്ട് യാ വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മരങ്ങാണ്. ഓക്കെ, എനിവേ ബാ, നമുക്ക് നമ്മൾ ആക്റ്റീവിൻ്റെ അടുത്ത് പോവാം. ഇതൊക്കെ കേൾക്കണം. ന്യൂ ഇയർ ആയി. അങ്ങനെ ഫൈനൽ നമ്മൾ മൂത്തമ്മൻ്റെ വീട്ടിലെത്താറായി. കുറച്ച് കുട്ടികൾക്ക് മിൽക്കും പാലും അങ്ങനെയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ന്യൂ ഇയർ അല്ലേ, അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അന്ന് അവിടെ ആണ് കല്ലട്ട്. എന്തുണ്ടായിരുന്നു സ്കൂളിൽ? സ്കൂളിൽ എന്തുണ്ടായിരുന്നു? എന്ത് തന്നോ?
മൊയ്തക്ക് തന്ന ഐസ്ക്രീമോ തന്ന അതാ പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് റീച്ച് ആയിട്ടുള്ള കേട്ടോ. പിന്നെ ഉണ്ടാക്കി ശായിഷുക്കിയും കണ്ടെത്താം. പിന്നെ വരട്ടെ. അങ്ങനെ ഡിയോസ് ഉമ്മാൻ്റെ ബാഗില് കുട്ടികള് ഉമ്മാൻ്റെ ബാഗിലാ. ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങി ഇവിടെ ഇരുന്നാലോ? ഓക്കെ സീസി സ്റ്റിക്കല്ല, വേറെ എന്തെങ്കിലും തിന്നാനാ. അങ്ങനെ ഞങ്ങനെ ഉമ്മ പോയിട്ടാ, ഉമ്മ പോയിക്കണ മറന്നു പോയി. ഞാനിവർ കുട്ടികൾ വന്നത് പറഞ്ഞ് ഓടി വന്നതാ. നോക്കുമ്പോൾ ഉമ്മാൻ്റെ കയ്യില നമ്മൾ ഉപ്പ വരുന്ന പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. ഷേ ഓ ഓ ഓ ഓ എന്താ ഗലട്ടക്കണ്ട. ആ അതെ ഇഷു നോക്ക്, ഇഷു നോക്കണേ കറിപ്പിക്കല്ലേ. ആ ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യൂലേ? അടിക്കരുത് 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 കുഞ്ഞോ. ബായിരിക്ക് ബാഗിക്ക് താഴെ വെച്ചോ, കൈ വേദനാവും. എന്താ അപ്ലോഡ്? സി സ്റ്റിക്ക്. ഹൈ ബാ ബാഗ് വെച്ച് മൊയ്തു മരുന്നവരുമായിട്ടൊക്ക. ഇപ്പോൾ സാജേൻ്റെ അവിടെ പോയിട്ട് മൂത്രിച്ച് പോ വീട്ടില്. ഇന്ന് പുറത്ത് തന്നെ കേട്ടോ, ഇന്ന് പുറത്ത് തന്നെ ഇരിക്കുന്ന അവസ്ഥ വന്നു. ഉമ്മ ഇതുവരെ എത്തിയിട്ടില്ല, വിശന്നിട്ടും വയ്യ. അപ്പം ബനാനാണ് കഴിക്കുന്നത്. കുട്ടികളാണെങ്കിൽ എല്ലാവരും യൂണിഫോമും ചേഞ്ച് ചെയ്തു. കണ്ടില്ലേ, അവരൊക്കെ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് അവർ കളിക്കുകയാണ് കുട്ടികൾ. അപ്പം എന്തൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് പുറത്ത് ഇതാ ബനാന വേണോ, ഇതാ ബനാന വേണമെന്ന് നമുക്ക് എടുക്കാം. അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയൊക്കെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എൻ്റെ കൂടെ മീൻസ് എൻ്റെ കുട്ടികളുടെ കൂടെ കളിച്ചു കൊണ്ടുണ്ടാവും. മൈജ വേണ്ടപ്പ നീ കഴിച്ചു. അല്ല എനിക്ക് വേണ്ട. പിന്നെ ബനാന വേണമെന്ന് പറഞ്ഞ രണ്ടെണ്ണം വെള്ളം. അപ്പം കേക്കാണ് കേട്ടോ കഴിക്കുന്നത്. ഉമ്മ വരുമ്പോൾ ലേറ്റായി, കട്ടനും കുടിക്കുന്നുണ്ടോ. അപ്പോൾ ഇന്നലെ ജിം പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ജിമ്മ് ക്ലോസ് ആണ്. ജിമ്മ് പോയ ശേഷമാണ് ഞാൻ ഷുഗറൊക്കെ കട്ട് ഓഫ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നല്ലോണം വർക്കൗട്ട് ചെയ്യാറുണ്ട്. 1 hour 1.5 hour എല്ലാം വർക്കൗട്ട് ചെയ്യും. പക്ഷേ എനിക്ക് എന്താണ് ലേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് കൺട്രോളില്ല. അൽഹംദുലില്ലാ 91 kg ഇപ്പോൾ 75 റീച്ച് ആയിട്ടുള്ളത്. ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ ഫുഡ് വിടണമെന്ന് വിചാരിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഡയറ്റൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ക്രേവിങ്സ് കൂടുതലാണ്. ആ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഫുഡ് ക്രേസാണ്. എന്തെങ്കിലും കണ്ടാൽ അത് കഴിക്കണം. അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഞാൻ ലൈഫിൽ മിസ് ചെയ്ത പോലെയാണ്. എല്ലാ ഫുഡും എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ജിം ഗിയറിൽ പോകുന്ന സമയത്ത് എന്താക്കുന്ന വെച്ചാൽ കുറച്ചൊക്കെ ഷുഗറൊക്കെ ടേസ്റ്റ് നോക്കും. ജിമ്മ് പോവാതെ ലീവിൽ എടുക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ് ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഞാൻ നല്ലോണം ഫുഡ് അടിക്കും. എനിക്ക് ടെൻഷനുള്ള സമയത്ത് ഫുഡ് അടിക്കാൻ വാങ്ങാം. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ലൈഫിൽ 1 മന്തിൽ ഒരു 15 to 20 days എനിക്ക് ഫുള്ള് ടെൻഷനാണ്. എത്രയും പോസിറ്റീവ് ആവാൻ ശ്രമിച്ചാലും വരെ എൻ്റെ ലൈഫ് എനിക്ക് ആലോചിക്കുമ്പോൾ ടെൻഷൻ വരും.
ആ സമയത്ത് സംടൈംസ് എനിക്ക് കൂടുതൽ ടെൻഷൻ വരുമ്പോൾ ജിമ്മ് പോകണം വരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഫുഡ് കഴിക്കുക പറഞ്ഞ ലാസ്റ്റ് ഇപ്പോൾ 15 days ആയി, 15 അല്ല 10 days ആയി. ഞാനിപ്പോൾ വ്ളോഗ് തുടങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് 10 days ആയി. വ്ളോഗ് ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഫ്രീ ആയിട്ടുണ്ടാവും കേട്ടോ. മീൻസ് എനിക്ക് ടെൻഷൻ അത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എന്ന് വ്ളോഗൊക്കെ സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ വ്ളോഗ് വരില്ല എന്നുണ്ടോ അന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്തോ ടെൻഷൻ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, കേക്കിൻ്റെ ഇതിൽ എന്തോ ഒരു സ്നേക്കിൻ്റെ പോലത്തെ സാധനം കിട്ടി. അപ്പോൾ സ്നേക്കല്ല, എന്തോ ഒരു ഏതിൻ്റെതോ ഒരു കാലാണ്, ബണ്ണത്തോ അത് എന്തെങ്കിലും ആയാലും. എന്തായാലും ഫുഡ് കഴിച്ചിട്ടുണ്ടോ, നാളെ മരണപ്പെടുമെന്ന് അറിയില്ല. അങ്ങനെ കാര്യങ്ങൾ പറയാം. ഒരു 7 to 8 days ഇല്ലെങ്കിൽ 7 to 9 days എനിക്ക് ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ഞാൻ ഫുഡ് കഴിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ തലേൻ്റെ നരമ്പ് പൊട്ടി ഞാൻ എപ്പോഴും മറിച്ചേനെ. ഓക്കെ, ടെൻഷൻ എന്താണെന്ന് ചോദിക്കേണ്ട, എല്ലാവർക്കും ഉള്ള എല്ലാവർക്കും ഉള്ളതിന് കൂടുതലാണ് എനിക്കുള്ളത് ടെൻഷൻ. അപ്പോൾ എൻ്റെ ചുറ്റും കാണുന്നത് ഏത് കാര്യങ്ങളും എൻ്റേതല്ല. ഞാൻ ഇപ്പം ഒന്നും പറയുന്നില്ല, ഞാനത് കുറച്ച് മറിച്ച് വയ്ക്കുന്നുണ്ട് കാര്യങ്ങൾ. പറയാൻ സമയം വരുമ്പോൾ ഞാൻ എന്തായാലും പറയും. ഞാൻ ഇന്ന് റെഗുലർ വ്ളോഗ് ചെയ്യുന്ന നോക്കൂ, ആ സമയത്ത് എനിക്കൊന്നും ടെൻഷൻ ഉണ്ടാവില്ല. എനിക്ക് ടെൻഷൻ കയറിയാൽ ഞാനൊന്നും ചെയ്യാറില്ല. പക്ഷെ എനിക്ക് കറണ്ട് മീൻസ് പാസ്റ്റ് ലൈഫിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. അതാണ് ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ഫ്യൂച്ചറിനെ പറ്റിയോ അതോ എൻ്റെ അയൽവാസികാരോ അത് എൻ്റെ ഇവരോ എൻ്റെ നെഗറ്റീവ് പറയുന്നത് പറ്റിയോ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എനിക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ്. ഞങ്ങൾ ശരിയുണ്ടെങ്കിൽ എല്ലാം ശരി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഈ നാട്ടിൽ അങ്ങനെ ഒരു കുത്തിത്തീർപ്പുണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഞാൻ താമസിക്കുന്ന അയൽവാസികളെന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവുള്ള ആൾക്കാരാണ്, ഈക്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് അത് തന്നെ വേണ്ടതാണ്, ഈക്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന പേഴ്സൺസ് തന്നെ വേണ്ടതായിരുന്നു എൻ്റെ ലൈഫിൽ. പക്ഷേ എൻ്റെ ലൈഫിൽ കുറച്ച് ഇങ്ങനെ പാസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. പിന്നെ ഒരു 2-3 ആൾക്കാർ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കമൻറ്റ് ബോക്സിൽ കേട്ടോ, ഹസ്ബൻഡ് എവിടെയാണോ എന്നുള്ളത്. ഹസ്ബൻഡ് എവിടെയാണെന്നല്ല, ഹസ്ബൻഡ് നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞത് പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരാളിനാണ്, കേരളമാണ്, മൊത്തം കേരളത്തിൻ്റെ ഒരാളിനെ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മലയാളം ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സംസാരം കേൾക്കാനൊക്കെ. അയാൾ എൻ്റെ കൂടെ ഇരിക്കുന്നവരെ അവർ മലയാളത്തിന് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു. സോ ഫൈനലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മലയാളം ഒരിക്കലും ഭാഷ മറക്കരുത്. മംഗലാപുരം പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾ കൂടെ മലയാളം തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ വാപ്പ പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മലയാളം മറക്കാൻ പാടില്ല, എന്തെങ്കിലും ഒന്നും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മലയാളത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ട് കേട്ടോ, ഇവൾ ഓവർ ആക്ട് ചെയ്യാം മലയാളം സംസാരിച്ചിട്ട്, ഇവിടുത്തെ ഭാഷ സംസാരിച്ചൂടെ, അതിനാവശ്യമൊന്നുമില്ലല്ലോ, ഇവിടെ മലയാളം സംസാരിക്കാൻ ആരുണ്ടെന്നുള്ളത്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഒരാൾ നമുക്കൊരു വസിയത്ത് പറയുമ്പോൾ അത് നമ്മൾ മരിക്കുന്നവരെ എനിക്ക് ഫിനാൻഷ്യലോ അവർക്ക് പ്രോപ്പർട്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞാഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വസിയത്ത് പറയുമ്പോൾ അത് നമ്മൾ സാധിച്ച് കൊടുക്കുക തന്നെ വേണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ നടന്ന എന്താണ് സ്റ്റോറി നോക്കി നിങ്ങൾക്ക് ഒന്നല്ല ഒരു ദിവസം ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താ പേടി എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മളെ പറ്റുമെന്ന് അറിയാം, മീൻസ് എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരു 50% ആളിൽ ഒരു 10% ആൾക്ക് എന്നെ ഇഷ്ടപ്പെടുമായിരിക്കും. ബാക്കി 40% ആൾക്ക് എൻ്റെ ഈ സ്ലാങ്ങിൽ ഭയങ്കര ഈഗോ ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊന്നും ഇല്ല. അത് സ്ലാങ്ങിൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നതാണ്. സ്ലാങ്ങിൽ ഒരു വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഒരു ആറ്റിറ്റ്യൂഡ് പോലെ തോന്നുന്നത്. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, എന്തോ പറയാൻ വന്നു, സംസാരിക്കാൻ തന്നെ മറന്നുപോയി. സംസാരിക്കാൻ മറന്നുപോയിട്ടോ. സത്യമായിട്ട് മറന്നു.
എൻ്റെ കാര്യങ്ങൾ കേട്ടോ ഈ മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു 40-50 ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എന്താക്കും നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ശത്രുക്കളില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി നമ്മളെ മനസ്സിന് കൂടുതൽ സങ്കടപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയും. പക്ഷെ അത് അവർക്കത് നമ്മളെ വീണ്ടും നമ്മൾ ആ വീഡിയോ ഇടുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും. പക്ഷെ നമുക്കതിന് 100% അതിനൊരു വേദന ഉണ്ടാവട്ടെ മനസ്സിൽ. പക്ഷെ നമ്മൾ അതിനൊന്നും ആർക്കും കാണിക്കില്ല. പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാം കുത്തുവാക്കുകൾ കേൾക്കണമല്ലോ. പിന്നെ കേൾക്കണമല്ലോ, മുന്നോട്ട് കുത്തുവാക്കൊക്കെ കേൾക്കണമല്ലോ. പിന്നെ എന്താ എൻ്റെ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. എൻ്റെ ലാംഗ്വേജിൻ്റെ സ്ലാങ് വ്യത്യാസമുള്ളത് കൊണ്ടോ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പോവില്ല. അത് സത്യം. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വരെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടും പറയാതിരിക്കുന്നത് നല്ലതാണ്. എന്നെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ സംസാരം തീർച്ചയായിട്ടും മനസ്സിലാവാതിരിക്കുന്നത് തന്നെ നല്ലതാണ്. ഏതെങ്കിലും ഒരു സ്പാനിഷ് സംസാരിക്കുന്നത് വിചാരിക്കട്ടെ, എല്ലാവർക്കും ഉണ്ട് സങ്കടങ്ങൾ. ആർക്കും സങ്കടങ്ങൾ ഇല്ലാത്തതില്ല. പക്ഷെ സങ്കടപ്പെട്ടിട്ടിരിക്കുന്ന സമയത്ത് ആരെ മനസ്സിന് വേദനിപ്പിക്കാതിരിക്കുക. എല്ലാവരും ഓരോ ലൈഫിലോ മുന്നോട്ട് വരുന്നത് അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ്. ഒരു മനുഷ്യൻ അവർ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അവർ ലൈഫിൽ അവർക്ക് ഇഷ്ടംപോലെ ഹാപ്പി ആയിട്ട് ഇഷ്ടംപോലെ സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു ആവശ്യം ഉണ്ടാവില്ലല്ലോ. സോ അതൊക്കെ മനസ്സിലാക്കുക. ഇവർ സോഷ്യൽ മീഡിയയ്ക്ക് ജോലിയായിട്ടാണ് എല്ലാവരും, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇൻഫ്ലുവൻസറൊക്കെ ജോലിയായിട്ടാണ് നോക്കുന്നത്. കാരണം ഇതൊരു ജോലി തന്നെയാണ്. പക്ഷെ മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടുന്ന അത്ര നാണക്കേട് വേറൊന്നുമില്ല. നമ്മൾ അധ്വാനിച്ച് തിന്ന അത്ര തന്നെ. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ ഇപ്പം നമ്മൾ വീട്ടിലിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യും, അതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് എടുത്തിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതെന്തെങ്കിലും നമ്മളെ ഒരു പേഴ്സണൽ യൂസിന് ആവും. പക്ഷേ ഒരു സൈഡിൽ അധ്വാനം ഇല്ല, ഒരു സൈഡിൽ കുഞ്ഞുങ്ങളും നോക്കണം. അധ്വാനം ഇല്ല എന്നല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മുമ്പിൽ വന്നാലും നമ്മൾ കുട്ടികളെ ടേക്ക് കെയർ ഒക്കെ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് അവിടെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ സാഹചര്യം ഒരുപാട് പെണ്ണുങ്ങൾക്കുള്ളപ്പോഴാണ് അവർ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ദയവായിട്ട് അതൊക്കെ മനസ്സിലാക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അധ്വാനിക്കണമെന്നൊക്കെ ആഗ്രഹമൊന്നും ചെയ്യുന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് ആഗ്രഹം തന്നെ ഉണ്ടായിട്ടും വീണ്ടും ഉണ്ടാക്കണം, വീണ്ടും നമുക്കത് വേണം, ഇത് വേണം. അത്യാഗ്രഹം കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അത് റബ്ബ് കുയിൽ തന്നെ വീണ്ടും ചാടിപ്പിക്കുമല്ലോ. സോ നമ്മൾ നല്ല നീയത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചാൽ റബ്ബ് അത് കാണിക്കും. നമുക്ക് എല്ലാം ഉണ്ടായിട്ട് നമുക്ക് ഈ വഴി വേണമെന്നുണ്ടെങ്കിൽ സോ അത് നമ്മൾ അത്യാഗ്രഹം തന്നെ പറയാം. അത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞു തന്നെ പറയുന്നുണ്ട്. ഒന്നുമില്ലാതെ നമുക്ക് വേറെ ഒരു വഴിയില്ലാതെ സോ നമ്മളെ കൊണ്ടിട്ടു എന്തെങ്കിലും നമ്മളെ ഫാമിലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓക്കെ, ഈ വേ പിടിക്കുന്നത് കൊണ്ട് ഇതൊരു അധ്വാനമായിട്ടേ കാണുള്ളൂ. ഇതൊരിക്കലും തെറ്റായിട്ട് വിചാരിക്കരുത്. പക്ഷേ ദീന് പറയാൻ ഒരുപാട് ആൾക്കാർ വരും. അവർ നമ്മൾ ദൂരമല്ല കേട്ടോ, സമ്മതിക്കുകയല്ല, ദൂരമല്ല. പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ 24 hours വീഡിയോ ഇടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതൊക്കെ നമ്മൾ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് മൂന്നാമത്തെ ഒരാൾക്ക് അറിയാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചില ബുദ്ധി പറയുന്ന ആൾക്കാരുണ്ട്. ബുദ്ധി മീൻസ് ഉപദേശിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഞാൻ വിശ്വസിക്കാറില്ല. ശരിയായിട്ട് നല്ല ആൾക്കാർ ആരും ഉപദേശിക്കാറില്ല. ആൻഡ് എന്നോട് ഒരുപാട് ആൾക്കാർ പറയും വീഡിയോ അത് ഒരുപാട് ആൾക്കാർ നോക്കുന്നല്ലേ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ആൾക്കാർ നോക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രശ്നമാണുള്ളത്? സോ അവർ നമ്മളെ വീഡിയോ നോക്കുന്നത് കൊണ്ട് നല്ലത് തന്നെയല്ലേ, നമ്മളൊന്നും തെറ്റൊന്നും ചെയ്യുന്നല്ലോ എന്ന്. അപ്പോൾ ഉമ്മ വിളിക്കുന്നുണ്ട്, ബ്രദറിൻ്റെ കോളാണ്.